Hello my dear students, welcome to TOS Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് F19 NMR ആൻഡ് P13 NMR സ്പെക്ട്രോസ്കോപ്പി ആണ്. അപ്പോൾ നമ്മൾ ഇത് ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പീൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പീൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. നമ്മളതിൻ്റെ PYQs ചെയ്തു. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നമ്മൾ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. ഓരോ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ ഇന്നിനി നമ്മൾ ഈ ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്കറിയാം മെയിനായിട്ട് നമ്മൾ ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിൽ നോക്കുന്നത് EPR, മോസ്ബാർ, F19, P31. പിന്നെ നമുക്ക് വേണേൽ ബോറോണിൻ്റെ ഒക്കെ നോക്കാം. ബോറോണിനൊക്കെ എങ്ങാനും എപ്പോഴെങ്കിലും വന്നാലൊക്കെ ആയി, അതൊന്നും വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് EPR, മോസ്ബാറും ഈ രണ്ട് സ്പെക്ട്രോസ്കോപ്പിയും തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം മൊത്തം സ്പെക്ട്രോസ്കോപ്പീൻ്റെ ഏരിയ ആണ് ഒരു 28 മാർക്ക്, അറൗണ്ട് ചെയ്ത് ഒരു 25 to 28 മാർക്കിനാണ് സാധാരണ CSIRന് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്പെക്ട്രോസ്കോപ്പിയും നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സാധാരണ വരാറ്. അപ്പോൾ ഈ ഭാഗം നമ്മൾക്ക് അറിയാം, നമ്മൾ EPR പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മൾ H1 NMR ഇനോർഗാനിക് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരുടെ എൻവയോൺമെൻറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. എത്ര എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് എൻവയോൺമെൻറ്റ് ആണോ, അല്ലെങ്കിൽ എല്ലാ പ്രോട്ടോൺസും അല്ലെങ്കിൽ നമ്മൾ ഏതാണോ NMR പറയുന്നത് ആ ഒരു NMRൻ്റെ ന്യൂക്ലിയൈ എല്ലാം ഒരേ എൻവയോൺമെൻറ്റിലാണോ അല്ലയോ എന്നുള്ള കാര്യത്തിനനുസരിച്ചിരിക്കും നമ്മുടെ സിഗ്നൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒറ്റ ടൈപ്പ് ആക്റ്റീവ് ന്യൂക്ലിയൈ ആണെങ്കിൽ നമ്മൾ ഒരു സിഗ്നലാണ് സാധാരണ പറയാറ്. പിന്നെ ഈ സ്പ്ലിറ്റിങ് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ്, ഈ ഒരു സിഗ്നൽ എത്ര ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര ലൈൻസ് ആയിട്ട് നമുക്ക് സ്പെക്ട്രത്തിൽ കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിയേണ്ടത് അത് മാത്രമാണ്. പക്ഷേ നമ്മൾ എന്തായാലും ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കുറച്ച് ജനറൽ കാര്യങ്ങളൊന്ന് അറിഞ്ഞു പോകുക എന്നുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ തന്നത്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ വായിച്ചു പോവുക. നമ്മുടെ ഇതിലെ റെഫറൻസ് ആരാണ് അങ്ങനെയൊന്നും ചോദിക്കാറില്ല. പക്ഷേ എന്തായാലും നമ്മളെ അറിവിലേക്ക് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയൈ ആക്റ്റീവായിട്ടുള്ള NMR ആക്റ്റീവായിട്ടുള്ള ന്യൂക്ലിയൈൻ്റെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, പിന്നെ അത് എത്രയായി സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ എത്രയായി സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2ni+1 എന്നുള്ള ആ ഒരു ഇക്വേഷൻ നമ്മൾ EPRലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കുക. അത് എങ്ങനെ അതിലാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരിക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഓക്കെ, പിന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ഇൻ ദി F19 NMR സ്പെക്ട്രം ഓഫ് ClF3 വെൻ മെഷേർഡ് അറ്റ് -60°C വിൽ ബി ഒബ്സർവ്ഡ് ആസ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഗേറ്റ് 2016 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താ, ClF3ൻ്റെ സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാവണം. അതിനെന്ത് ചെയ്യണം, നമ്മുടെ VSEPR തിയറിയിലെ നമ്മൾ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന തിയറി, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, തറവായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അത് പഠിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കോമ്പൗണ്ട് തന്നാൽ അതിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ടേബിൾ എല്ലാവർക്കും അറിയുന്ന ടേബിളാണത്. കാരണം ബോൺ പെയർ, ലോൺ പെയർ, അങ്ങനെ ഓരോ ബോൺ പെയറും അതിനനുസരിച്ചുള്ള ലോൺ പെയറും മാറുന്ന സമയത്ത് അതിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ആകും അല്ലേ. അപ്പോൾ ആ ഒരു കോളം നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അത് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത്രക്കും തവണ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. അത് F19 ആയാലും P31 ആയാലും ഒക്കെ നമുക്കതിൻ്റെ സ്ട്രക്ചർ നമ്മൾ അത്യാവശ്യം ഫെമിലിയർ ആയിരിക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രക്ചർ ഏതാണെന്ന് ചോദ്യമായിരിക്കും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് VSEPR തിയറി എന്തായാലും പഠിക്കണം. അത് നമ്മൾ +1 മുതലേ പഠിക്കുന്ന ഒരു തിയറിയാണ്. വേണമെങ്കിൽ ഞാൻ എടുക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് പിന്നെ അത് എടുത്ത് സമയം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാത്തത്. ഇനി അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി, നമുക്ക് സെപ്പറേറ്റ് തന്നെ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ബോൺ പെയർ, ലോൺ പെയർ സ്ട്രക്ചർ അങ്ങനെ വെച്ചിട്ട് ഒരു ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സിൽ നിങ്ങളെല്ലാവരും നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് നോട്ട്സിൽ എഴുതാൻ ശ്രദ്ധിക്കുക. അത് എന്നിട്ട് അങ്ങനെ തന്നെ പഠിക്കാം. വേണമെങ്കിൽ ഞാനത് അടുത്ത സ്ലൈഡിലായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ClF3ൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ, നമുക്ക് Cl നമുക്കറിയാം വാലൻസ് ഇലക്ട്രോൺ 7 ആണ് അല്ലേ. അപ്പോൾ മൂന്ന് ഫ്ലോറിൻ ഇവിടെ ഉണ്ട്. അപ്പോൾ 3 ഇലക്ട്രോൺസ് അങ്ങനെ പോയിട്ടുണ്ട്, അതായത് 6 പോയി. ഇനിയുള്ളത് ബാക്കി 4 ഇലക്ട്രോൺസ് ആണ്, അതായത് 2 പെയർ ലോൺ പെയർസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് VSEPR തിയറിൻ്റെ ആ ഒരു ടേബിളിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, 3 ബോൺ പെയറും 2 ലോൺ പെയർ ഉള്ള ആൾക്കാരുടെ സ്ട്രക്ചർ അതിൽ പ്രത്യേകം പഠിക്കുന്നുണ്ട്. T ഷേപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ClF3ക്ക് ഈ ഷേപ്പ് വരച്ചത്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, F19 NMR ആയാലും P31 NMR ആയാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ അറ്റ് ലോ ടെമ്പറേച്ചറും ഹൈ ടെമ്പറേച്ചറും 2 ടെമ്പറേച്ചറിൽ സാധാരണ ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, അറ്റ് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ് ഹൈ ടെമ്പറേച്ചറിന് പകരം ചില സമയത്ത് എന്താണെന്ന് ചോദിക്കുക, റൂം ടെമ്പറേച്ചർ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, റൂം ടെമ്പറേച്ചർ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ എന്ന രീതിക്ക് തന്നെ ചോദിക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ -60 ഡിഗ്രി, അത് ലോ ടെമ്പറേച്ചറാണ്. അത് പക്ഷേ നമുക്കത് മനസ്സിലാവണം, ഉദ്ദേശിച്ചത് ലോ ടെമ്പറേച്ചറാണ്. അപ്പോൾ -ഡിഗ്രി വരുമ്പോൾ എന്തായാലും അത് ലോ ടെമ്പറേച്ചറാണ്. പിന്നെ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ, ഈ 2 കാറ്റഗറിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ഗേറ്റിന് 2016 ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു, 2008 ഇങ്ങനെ ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് സാധനം ചോദിച്ചു, വേറെ രീതിയിൽ ഈ അതേ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിച്ചു. അപ്പോൾ അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ClF3ൻ്റെ ഈ ഒരു പ്രോബ്ലം നോക്കാം. ഇതിൽ നമ്മൾ പറഞ്ഞു എൻവയോൺമെൻറ്റ് ഒരേപോലെ ആണെന്ന് നോക്കണം ആദ്യം അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതി എൻവയോൺമെൻറ്റ് ഒരേപോലെ ആണോ എന്നുള്ളത്. അല്ല അല്ലേ, ഇത് രണ്ടും എന്തായാലും ഒരേ എൻവയോൺമെൻ്റ് ആണ്. ഏത്? ഫ്ലോറിൻ. ക്ലോറിനോ? ക്ലോറിൻ NMR എന്തല്ല, ഇനാക്റ്റീവ് ആണ് അല്ലേ. ക്ലോറിൻ NMR ഇനാക്റ്റീവ് ആണ്. പിന്നെ ഈ എഫ് എന്താണ്, വേറൊരു എൻവയോൺമെൻറ്റിലാണ് ഉള്ളത്. അതായത് ഇവിടെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത്, ഓപ്പോസിറ്റ് ലോൺ പെയർസാണ് ഉള്ളത് ബാക്കിയുള്ളത്. അതിവിടെ നമ്മൾ മെൻഷൻ ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പം ഇതും ഒരേ എൻവയോൺമെൻറ്റ്, ഇത് എന്ത് വേറൊരു എൻവയോൺമെൻറ്റ്. അപ്പോൾ 2 ടൈപ്പ് സിഗ്നൽസ് തരും. എൻവയോൺമെൻറ്റിന് അനുസരിച്ചിട്ട് 2 ടൈപ്പ് ഉണ്ട്, അതുകൊണ്ട് 2 ടൈപ്പ് സിഗ്നൽ തരും. ഇനി എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ എത്ര ലൈൻസ് തരും അല്ലേ, എങ്ങനെയാണ് ഇവർ സ്പ്ലിറ്റിങ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പ്ലിറ്റിങ് നടക്കുന്ന ഇക്വേഷൻ നമ്മൾ EPRലൊക്കെ പറഞ്ഞ അതേ ഇക്വേഷനാണ്, ഇത്രയും ലൈൻസാണ് ഇവർ തരിക. അപ്പോൾ എ എന്ന് പറയുന്ന ഫ്ലോറിനെ എങ്ങനെയൊക്കെ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക, അതിൻ്റെ അടുത്ത ആൾ, അതായത് അടുത്ത ആക്റ്റീവായിട്ടുള്ള ആളാരാ, നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഫ്ലോറിൻ B ടൈപ്പ് അല്ലേ അതിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അവരുമായിട്ടല്ലേ കപ്പിൾ ചെയ്യുന്നത്, അപ്പോൾ അവരല്ലേ ഇതിൻ്റെ സ്പ്ലിറ്റിങ്ങിന് കാരണമാകുന്നത്. യെസ് ആണ്. അതുകൊണ്ട് എ എന്ന് പറയുന്ന ഫ്ലോറിനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, 2 ഇൻറ്റു N എന്ന് പറഞ്ഞാൽ അടുത്ത സ്പ്ലിറ്റിങ് കാരണമാണ് എത്ര ഫ്ലോറിൻ ഉണ്ട്, ഒറ്റ ഫ്ലോറിനാണുള്ളത്. അപ്പം 1 ഇൻറ്റു ഫ്ലോറിൻ്റെ I വാല്യൂ എന്താണ്, 1/2 ആണ്, അത് നമുക്കറിയാം, +1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താ, ഡബ്ലറ്റ്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന ഫ്ലോറിൻ എങ്ങനെയാണ് സ്പ്ലിറ്റിങ് നടക്കുന്നത്, ബി എന്ന ഫ്ലോറിന് നമുക്കറിയാം അടുത്ത് ഈ ഒരു ഫ്ലോറിനാണുള്ളത്. ഏത് ഫ്ലോറിൻ, എ ടൈപ്പ് ഫ്ലോറിനാണ് ഉള്ളത്. അത് എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അതിൻ്റെ I വാല്യൂ എത്ര, 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന ഫ്ലോറിൻ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക, ഡ്യൂ ടു എ ഫ്ലോറിൻ, അതായത് ബി എന്ന ഫ്ലോറിൻ സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം എ എന്ന് പറയുന്ന 2 ഫ്ലോറിൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്പ്ലിറ്റിംഗ് ഈസ് ഡ്യൂ ടു 2ni+1 ടൈംസ് എത്ര ടൈംസ് ആണ്, 2ni+1 ടൈംസ്. അപ്പോൾ എങ്ങനെയാണ് നോക്കുക, 2 ഇൻറ്റു 2 ഫ്ലോറിൻ ഉണ്ട്, ഫ്ലോറിൻ്റെ I വാല്യൂ 1/2 ആണ്, +1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. 3 എന്ന് പറഞ്ഞാൽ എന്താ, ട്രിപ്ലറ്റ്. അപ്പോൾ നമ്മളൊന്ന് നോക്കിയേ, ഡബ്ലറ്റ് ഉണ്ട്, ട്രിപ്ലറ്റ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഡബ്ലറ്റ് ആൻഡ് ട്രിപ്ലറ്റ്, നമ്മുടെ ആൻസർ അതാണ്.
വളരെ എളുപ്പമാണ്. ഇത് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ജസ്റ്റ് ട്വിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എത്ര ടൈപ്പ് സിഗ്നൽസ് വരാം, പിന്നെ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റിംഗ് നടക്കാൻ കാരണം എന്താണ്? ഫ്ലൂറിൻ എന്ന് പറയുന്നത് എല്ലോ ആക്റ്റീവ് ആയിട്ടുള്ള NMR ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയ ആണ്. അപ്പോൾ ഒരു ആക്റ്റീവ് ന്യൂക്ലിയ അടുത്തുള്ള മറ്റൊരു ആക്റ്റീവ് ന്യൂക്ലിയന്റെ ഒരു കപ്ലിംഗ് കൊണ്ട് അവിടെ സ്പ്ലിറ്റിംഗ് ഉണ്ടാവുക ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ ഇത് ഗേറ്റ് 2008 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ClF3 were stereochemically rigid, its F19 NMR spectrum would be. എന്തായിരിക്കും F19 NMR spectrum? അപ്പോൾ നേരത്തെ പറഞ്ഞത് അറ്റ് ലോ ടെമ്പറേച്ചർ ഇത് എന്തായിരിക്കും? ആക്ച്വലി അത് ലോ ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു മോളിക്യൂൾസ് റിജിഡ് ആണ് അല്ലേ. അപ്പോൾ അറ്റ് ലോ ടെമ്പറേച്ചർ എന്താണ്? മോളിക്യൂൾസ് റിജിഡ് ആണ്. നിങ്ങൾ എന്തായാലും മോളിക്യൂൾസ് ബിക്കം റിജിഡ് ആയാലും എന്താ പ്രശ്നം? അത് പിന്നെ ആക്സിയൽ ഇക്വിറ്റോറിയൽ ആൾക്കാരൊക്കെ തമ്മിൽ മാറുമോ? ഒരിക്കലും മാറൂല അല്ലേ. അപ്പോൾ അറിഞ്ഞിരിക്കുക ലോ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ ഞാൻ പറഞ്ഞു എന്താണ്? അറ്റ് ലോ ടെമ്പറേച്ചറിൽ നമ്മൾ പറഞ്ഞതിപ്പോൾ മോളിക്യൂൾസ് റിജിഡ് ആയാൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കൂല? ആക്സിയലും ഇക്വിറ്റോറിയലും തമ്മിലുള്ള ഗ്രൂപ്പുകൾ തമ്മിൽ മാറുമൊന്നുമില്ല, അവർ റിജിഡ് ആയിട്ട് നിന്നോളും. പക്ഷെ അറ്റ് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവരുള്ള ആക്സിയലും ഇക്വിറ്റോറിയൽ പൊസിഷനിലുള്ള ഗ്രൂപ്പ്സുകൾ തമ്മിൽ ഇന്റർ കൺവേർഷൻ നടത്തും. ഇന്റർ കൺവേർഷൻ നടക്കുന്നതിനെ കൊണ്ട് അവർ ആക്ച്വലി എന്തായിട്ട് നിൽക്കും? അവർ സിംഗ്ലറ്റ് ആയിട്ടാണ് നിൽക്കുക അല്ലേ, സിംഗ്ലറ്റ് ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ ഈ ഒരു ഇന്റർ കൺവേർഷൻ നടക്കുന്നത് എപ്പോൾ? അറ്റ് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇനി ലോ ടെമ്പറേച്ചറിൻ്റെ പ്രത്യേകത എന്താ? ലോ ടെമ്പറേച്ചറിൽ മോളിക്യൂൾസ് എല്ലാം റിജിഡ് ആയിട്ടാണ് നിൽക്കുക, അവിടെ ഒരു എന്തില്ല, ഇന്റർ കൺവേർഷൻ ഒന്നും നടക്കൂല. അപ്പോൾ മോളിക്യൂൾസ് ആക്സിയലുള്ള ഗ്രൂപ്പ് ആക്സിയൽ നിൽക്കും, ഇക്വിറ്റോറിയലുള്ള ഗ്രൂപ്പുകൾ ഇക്വിറ്റോറിയൽ നിൽക്കും, ഇന്റർ കൺവേർഷൻ ഒന്നും നടക്കൂല. ഓക്കെ, ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഈ അതായത് F19 P31 NMR ഒക്കെ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് സാധനങ്ങളാണ് ചോദിക്കുക. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഗേറ്റ് 2008 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. 2008 ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ClF3 was stereochemically rigid, അത് അവിടെ തന്നെ ഉണ്ട്, ലോ ടെമ്പറേച്ചർ ആണ്. stereochemically rigid എന്ന് പറയുമ്പോൾ അവർ മാറുന്നൊന്നുമില്ല. അപ്പോൾ എത്ര ഇതുണ്ടാവുന്നുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ClF3ൻ്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കുക. T ഷേപ്പ് ആണ് ClF3ൻ്റെ സ്ട്രക്ചർ. ഇനിയിപ്പോൾ VSEPR തിയറി പ്രകാരം നിങ്ങൾക്ക് എന്ത് അറിയില്ല എന്ന് വെച്ചോളൂ, ആ ഒരു സ്ട്രക്ചർ നമ്മൾ അറിയില്ലെങ്കിൽ ഞാൻ പ്രത്യേകമായിട്ട് VSEPR തിയറിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ബോൺ പെയറും ലോൺ പെയറും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ClF3 ആണ്. ClF3യിൽ ലോ ടെമ്പറേച്ചർ ഉണ്ട്, ഹൈ ടെമ്പറേച്ചർ ഉണ്ട്. ഇപ്പം നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ലോ ടെമ്പറേച്ചർ ആണ്. കാരണം എന്താ? നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്റ്റീരിയോകെമിക്കലി റിജിഡ് എന്നുണ്ട് അല്ലേ. റിജിഡ് ആയതുകൊണ്ട് നമ്മുടെ ആക്സിയലുള്ള ഫ്ലോറിനും ഇക്വറ്റോറിയൽ ഫ്ലോറിനും എന്ത് ചെയ്യാൻ പറ്റില്ല? അനങ്ങാൻ പറ്റില്ല, റിജിഡ് ആണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ഇപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ തന്നെ ഇവർ രണ്ടാളും ഒരേ എൻവയോൺമെൻറ്റും ഇയാൾ വേറെ എൻവയോൺമെൻറ്റും ആയിരിക്കും. അതുകൊണ്ട് എന്താ ആക്ച്വലി വരിക? ഒരു ഡബ്ലറ്റും ഒരു ട്രിപ്ലറ്റും വരും. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ. ആ ഒരു സ്പ്ലിറ്റിങ് 2ni+1 ആ സ്പ്ലിറ്റിങ് കാണിക്കും. ഒന്നിലധികം ഉണ്ടെങ്കിൽ 2ni1 × 2ni2+1 ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ F19 സ്പെക്ട്രം ഓഫ് ClF3 വെൻ മെഷേർഡ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ വിൽ ബി ഒബ്സർവ്ഡ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരു പ്രാവശ്യം ഗേറ്റിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പല ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.
ഓക്കെ, അപ്പോൾ F19 സ്പെക്ട്രം ഓഫ് ClF3 വെൻ മെഷേർഡ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. വെരി ഹൈ ടെമ്പറേച്ചർ ഒന്നുമില്ല, അറ്റ് റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ വെരി ഹൈ ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ഫ്ലൂറിനും ഒരേ ഇതങ്ങ് വരും. കാരണം എന്താ, അവിടെ ഇന്റർ കൺവേർഷൻ നടക്കുന്നുണ്ട്. റാപ്പിഡ് ഇന്റർ കൺവേർഷൻ എന്നാ പറയുക. റാപ്പിഡ് ഇന്റർ കൺവേർഷൻ എന്ന് വെച്ചാൽ അവിടെ എന്ത് നടക്കും, നമ്മൾ OMCയിലൊക്കെ പറഞ്ഞ പോലെ ഫ്ലക്ഷോണിയൽ ബിഹേവിയർ ഇല്ലേ, ഫ്ലക്ഷോണിയൽ ബിഹേവിയർ പ്രസന്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ, ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ, ആക്സിയലും ഇക്വറ്റോറിയലുള്ള ഗ്രൂപ്പുകൾ തമ്മിൽ റാപ്പിഡ് ആയിട്ടുള്ള ഇന്റർ കൺവേർഷൻ നടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്പെസിഫിക് ആയിട്ട് എന്ത് പറയാൻ പറ്റില്ല, ഇക്വറ്റോറിയൽ ഏതാണ് ആക്സിയൽ ഏതാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കുക, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സിംഗ്ലറ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ F19 സ്പെക്ട്രം ഓഫ് PF5 നമ്പർ ഓഫ് സിഗ്നൽസ് ആൻഡ് മൾട്ടിപ്ലിസിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ ആർ. നെറ്റ് ഡിസംബർ 2011 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അറ്റ് റൂം ടെമ്പറേച്ചർ ആണ് ചോദിച്ചത്, അഥവാ ഹൈ ടെമ്പറേച്ചർ എന്ന് എന്താണ് ചോദ്യം ചോദിക്കുന്നത്, അങ്ങനെ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ രണ്ടും ഒരേ എഫക്റ്റ് ആയിരിക്കും. രണ്ടിലും ഫ്ലക്ഷോണൽ ബിഹേവിയർ സംഭവിക്കും. അതായത് നമ്മുടെ ആക്സിയൽ ഫ്ലോറിനും ഇക്വറ്റോറിയൽ ഫ്ലോറിനും തമ്മിൽ ഇന്റർ കൺവേർഷൻ നടക്കും റാപ്പിഡ് ആയിട്ടുള്ള. അതുകൊണ്ട് അതാണ് ഈ ഫ്ലക്ഷോണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഫ്ലോറിൻസും എന്താണ്, ഒരേ ഈക്വാലൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ പീക്കാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് ഇക്വറ്റോറിയലും ആക്സിയലും സ്പെസിഫിക് ആയിട്ട് കാണിക്കില്ല, പകരം എല്ലാവരും ഒരേ എൻവയോൺമെന്റ് ആണെന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അത് സിംഗിൾ പീക്കാണ് കിട്ടുക, അല്ലെങ്കിൽ വൺ പീക്കാണ് കിട്ടുക. പിന്നെ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റിയാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സ്പ്ലിറ്റിംഗ് എന്നുള്ളത്. ഈ ആക്റ്റീവ് ഇവിടെ നമുക്ക് അറിയാം എന്ത്, ഫ്ലോറിനെല്ലാം ഒരു എൻവയോൺമെന്റ് ആയതുകൊണ്ട് ഫോസ്ഫറസ് എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ന്യൂക്ലിയ ഉണ്ട് അല്ലേ അവിടെ. അപ്പോൾ ഈ ഫോസ്ഫറസ് കൊണ്ട് അവിടെ ഒരു സ്പ്ലിറ്റിംഗ് നടക്കും. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാന്ന് വെച്ചാൽ 2ni+1 ടൈംസ് ആണ് അവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു എത്ര ഫോസ്ഫറസ് ഉണ്ട് ഇവിടെ, ഒറ്റ ഫോസ്ഫറസേ ഉള്ളൂ. 2 ഇൻറ്റു 1 ഇൻറ്റു ഫോസ്ഫറസിൻ്റെ ഐ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്, +1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അതാണ് ഡബ്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1 ഡബ്ലറ്റ് ആണ് നമ്മുടെ ആൻസർ. ഒറ്റ സിംഗിൾ പീക്കേ കിട്ടുള്ളൂ, പിന്നെ മൾട്ടിപ്ലിസിറ്റി ആയിട്ട് കിട്ടുന്നത് ഡബ്ലറ്റ് ആണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫൈൻഡ് F19 NMR സ്പെക്ട്രം ഓഫ് PF5. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് കറക്റ്റായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവർ ലോ ടെമ്പറേച്ചർ ആണ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഇപ്പോൾ PF5 ഇൻ ലോ ടെമ്പറേച്ചർ എന്ന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിന് പകരം ഏതെങ്കിലും ഒരു മൈനസ് ഏതെങ്കിലും ഒരു 70 ഡിഗ്രി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ വളരെ കുറവുള്ള രൂപത്തിൽ തരുവാണെങ്കിലും നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ മോളിക്യൂൾസ് റിജിഡ് ആവും. അപ്പം ആക്സിയൽ പിന്നെ ഗ്രൂപ്പ്സും ഇക്വറ്റോറിയൽ ഗ്രൂപ്പ്സും ഒക്കെ സ്പെസിഫിക് ആയിട്ട് തന്നെ അവരുടെ എൻവയോൺമെൻറ്റ് രണ്ടായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ 2 ടൈപ്പ് ഫ്ലൂറിൻസ് നമ്മുടെ കോമ്പൗണ്ടിൽ വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇക്വറ്റോറിയൽ ആയിട്ടുള്ള ഈ 3 ഫ്ലോറിൻസ് എന്ത് ചെയ്തു, ഒരേ എൻവയോൺമെൻറ്റിലും ആക്സിയൽ ആയിട്ടുള്ള 2 ഫ്ലോറിൻസ് മറ്റൊരു എൻവയോൺമെൻറ്റിലും. ഓക്കെ, അപ്പോൾ ഫ്ലോറിനെ നമുക്ക് എ ടൈപ്പ് ആയിട്ടും ബി ടൈപ്പ് ആയിട്ടും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ എ ടൈപ്പ് ഫ്ലോറിൻ ആണെങ്കിൽ അവിടെ നമ്മൾ സ്പ്ലിറ്റിംഗ് നടക്കുന്ന കാര്യം പറയണം. അപ്പോൾ എങ്ങനെയാണ് പറയുക, 2ni+1 എന്ന് പറയും. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ 2 ഉള്ളത്, ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും PF5 ഫോസ്ഫറസ് NMR ആക്റ്റീവ് അല്ലേ. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ടൈപ്പ് ഫ്ലോറിൻ്റെ സ്പ്ലിറ്റിംഗ് ആണ് ചോദിച്ചതെങ്കിൽ നമുക്കറിയാം
രണ്ട് ടൈപ്പ് ഫ്ലോറിൻ ഉണ്ട്, അതുകൊണ്ട് ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. പിന്നെയോ അവിടെയുള്ള NMR ആക്റ്റീവ് ന്യൂക്ലിയൈ വേറൊന്നും കൂടി ഉണ്ട്. ആരാ അത്? അത് ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഫോസ്ഫറസിനെ കൊണ്ടും ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ 2ni1+1ഉം 2ni2+1ഉം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ഫോസ്ഫറസ് കൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെന്ന് പറയുമ്പോൾ 2 ഇൻറ്റു n എന്ന് പറയുന്നത് ഒറ്റ ഫോസ്ഫറസേ ഉള്ളൂ ഇൻറ്റു 1/2. ഐ വാല്യൂ ഓഫ് ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്, +1. ഇത് ഫോസ്ഫറസിൻ്റെ. ഇനി ഇത് നമ്മുടെ ആരത്? FBൻ്റെത്, ഫ്ലോറിൻ്റെ ബി ടൈപ്പ് ഫ്ലോറിനെ കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ഡബ്ലറ്റും ട്രിപ്ലറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് എന്നല്ല പറയുക, ചെറുതെന്ന് വലുതിലേക്കാണ് പറയുക. അപ്പോൾ ഡബ്ലറ്റ് ഓഫ് ട്രിപ്ലറ്റ് എന്നാ പറയും. ഇനി നമുക്ക് ഇവിടെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇക്വിറ്റോറിയൽ ആയിട്ടുള്ള 3 ഫ്ലോറിൻ, അതാണ് എ ടൈപ്പ് ഫ്ലോറിൻ അല്ലേ. എ ടൈപ്പ് ഫ്ലോറിൻ ഉണ്ട്, എ ടൈപ്പ് ഫ്ലോറിൻ 3 ഉണ്ട്. അത് ഫസ്റ്റ് എന്തായിട്ടാണ് സ്പ്ലിറ്റിംഗ് നടത്തുക? ഫോസ്ഫറസ് ആയിട്ടൊരു സ്പ്ലിറ്റിംഗ് നടത്തും. ഫോസ്ഫറസ് ഒന്നല്ലേ ഉള്ളൂ, അപ്പോൾ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടത്തുക? n+1 ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒന്ന് കൂടുതലുള്ള രൂപത്തിൽ ആദ്യം അത് സ്പ്ലിറ്റ് ആവും. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റൻ്റ്, അതായത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ നമ്പർ +1. അപ്പോൾ ഫോസ്ഫറസ് ഒന്നുള്ളൂ, അതിൻ്റെ സ്പ്ലിറ്റിങ് അത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ സ്പ്ലിറ്റ് n+1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു 3 എ ടൈപ്പ് ഫ്ലോറിന് 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഡ്യൂ ടു ഫോസ്ഫറസ് ഒറ്റോന്നുള്ളത്. ആ ഫോസ്ഫറസിനെ കൊണ്ട് n+1 സ്പ്ലിറ്റിങ് നടക്കും. ലൈൻസ് ചെയ്യുന്ന എങ്ങനെയാണ് ഈ ഡബ്ലറ്റ് ഓഫ് ട്രിപ്ലറ്റ് അങ്ങനെ നമുക്ക് കിട്ടുന്നുള്ളതാണ് ഞാനിപ്പം പറയാൻ പോകുന്നത് കേട്ടോ. ഇനി പിന്നെ ഈ ഫോസ്ഫറസ് കൊണ്ടുള്ള സ്പ്ലിറ്റിംഗ് നടന്നു. ആ സ്പ്ലിറ്റിംഗ് നടന്നതിന് ശേഷം ബാക്കി 2 ബി ടൈപ്പ് ഫ്ലോറിൻ അവിടെ ബാക്കിയില്ലേ, അതിനെ കൊണ്ട് ഈ ഓരോ ഡബ്ലറ്റ് ആയതും ഉള്ള ഓരോന്നില്ലേ, അത് വീണ്ടും ഈ 2 ടൈപ്പ് ബി ടൈപ്പ് ഫ്ലോറിനില്ലേ അതിനെ, ഇപ്പോൾ 2 എണ്ണമാണ് ബി ടൈപ്പ് ഉള്ളത്, അതുകൊണ്ട് അത് 2+1, അപ്പോൾ 2+1 3ആയിട്ട് ഈ ഓരോ ഫ്ലോറിനും സ്പ്ലിറ്റ് ആവും. ഓക്കെ, ഓരോ ഫ്ലോറിനും സ്പ്ലിറ്റ് ആവും. അതാണ് ഈ ഓരോ ഫ്ലോറിനും സ്പ്ലിറ്റ് ആയത്. ഓക്കെ, ഈ ഡ്യൂ ടു 2 ഫ്ലോറിൻ ആക്സിയലിലുള്ള 2 ഫ്ലോറിൻ കൊണ്ടാണ് സ്പ്ലിറ്റ് ആവുന്നത്. അപ്പോൾ എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടെന്നൊക്കെ ലൈൻസ് ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഈ ഡബ്ലറ്റ് ഓഫ് ട്രിപ്ലറ്റ് അത് നമ്മൾ എങ്ങനെയാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പം പറഞ്ഞ പോലെയാണ് ഉണ്ടാവുക. ഒന്നാമത്തത് 3 ഫ്ലോറിൻ, എ ടൈപ്പിൽ 3 ഫ്ലോറിൻ ഉണ്ടാകും. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഫോസ്ഫറസ് കൊണ്ടൊരു സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. അത് 2ആയിട്ടാണ് സ്പ്ലിറ്റ് ആവുക, കാരണം ഒറ്റ ഫോസ്ഫറസേ ഉള്ളൂ. പിന്നെ ആ 2ആയിട്ട് സ്പ്ലിറ്റ് ഉള്ള ഓരോന്നും 2 ഫ്ലോറിൻ ഇനി ബാക്കിയില്ലേ അതിനെ കൊണ്ട്, അപ്പോൾ 2 ഫ്ലോറിൻ അതിനെക്കൊണ്ട് 3 എണ്ണമായിട്ടാണ് സ്പ്ലിറ്റ് ആവുക. അപ്പോൾ ഓരോ ഇതും വീണ്ടും സ്പ്ലിറ്റ് ആവും 3 എണ്ണമായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ഡബ്ലറ്റ് ഓഫ് ട്രിപ്ലറ്റിൻ്റെ 2 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ബി എന്ന് പറയുന്ന സാധനം, ഇതിന് നേരെ തിരിച്ച് ബി എന്ന് പറയുന്ന ഫ്ലോറിന് എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്? ഫസ്റ്റ് തന്നെ ഫോസ്ഫറസ് കൊണ്ട് ഒരു സ്പ്ലിറ്റിംഗ് നടക്കും. പിന്നെയോ ഈ 3 ഫ്ലോറിൻ ഇല്ലേ എ ടൈപ്പ്, അതുകൊണ്ട് 2ആമത്തെ സ്പ്ലിറ്റിംഗ്. അപ്പോൾ ടോട്ടൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതേ ഇക്വേഷൻ അല്ലേ, 2 ഇൻറ്റു ഒരു ഫോസ്ഫറസ് ഇൻറ്റു 1/2 +1, 2 ഇൻറ്റു 3 ഫ്ലോറിൻ ഇൻറ്റു 1/2 +1. അപ്പോൾ 2 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ദെൻ ഡബ്ലറ്റ് ഓഫ് ക്വാഡ്രറ്റ് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇതാ ഞാനിവിടെ പ്രത്യേകമായിട്ട് കൊടുത്താണ്. ഒന്നാമത്തത് നമ്മുടെ 2 ഫ്ലോറിൻ, ഇപ്പം 4ൻ്റെ കാര്യമാണ് പറയുന്നത്, ആക്സിയൽ ഫ്ലോറിനാണ് അല്ലെങ്കിൽ ബി ടൈപ്പ് ഫ്ലോറിൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തുകൊണ്ട് ആദ്യം സ്പ്ലിറ്റ് ആവുന്നത്? ഡ്യൂ ടു ഫോസ്ഫറസ് കൊണ്ട് ആദ്യം സ്പ്ലിറ്റിംഗ് നടക്കും. അപ്പോൾ ഒറ്റ ഫോസ്ഫറസ് ആയതുകൊണ്ട് n+1 എന്ന് പറയുമ്പോൾ 2 ആയിട്ട്, അതായത് ഡബ്ലറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. അതാണിത്. ഓക്കെ, ഇനി ആ അതിലുള്ള ഡബ്ലറ്റിലുള്ള ഓരോ ലൈൻസും എങ്ങനെ സ്പ്ലിറ്റ് ആവും എന്ന് ചോദിച്ചാൽ ഇവിടെ ബാക്കി ആരുണ്ട്? 3 ഇക്വറ്റോറിയൽ ഫ്ലോറിൻ ബാക്കിയുണ്ട്. അപ്പോൾ ഈ 3 ആൾക്കാർ എങ്ങനെയാണ് സ്പ്ലിറ്റ് ആവുക? 3+1 അല്ലേ, അതായത്
ഒന്ന് കൂടുതലായിട്ട് സ്പ്ലിറ്റ് ആക്കും. അപ്പോൾ 3+1 എന്ന് പറഞ്ഞാൽ 4 ആയിട്ട് സ്പ്ലിറ്റ് ആക്കും. അതാണ് ഇപ്പോൾ ഓരോ ഡബ്ലറ്റിലുള്ള ഓരോന്നും 4 ആയിട്ട് സ്പ്ലിറ്റ് ആവും. അതാണ് എന്ത് ഡബ്ലറ്റ് ഓഫ് ക്വാഡ്രറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സ്പ്ലിറ്റിങ് വരുന്നത്. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യുക, നല്ല രീതിക്ക് ഒന്ന് രണ്ട് തവണ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ, ഈ സമയത്ത് എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് P31 NMR സ്പെക്ട്രം ഓഫ് Me2PCF2Me. അപ്പോൾ Me2PCF2Me ഇപ്പോൾ കഴിഞ്ഞ PF5ൻ്റെ ഒക്കെ സ്ട്രക്ചർ ഡയഗണൽ ബൈപിരമിഡൽ ആണെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ BSCPR തിയറിയിലുള്ള ആ സ്ട്രക്ചർ അത് എന്ത് ചെയ്യണം, നല്ല തറവായിട്ട് പഠിച്ചോളാം. ഓക്കെ, ഇനി ഈ ഒരു കോമ്പൗണ്ടിന് എങ്ങനെയാണ് നമുക്ക് സിഗ്നൽ കിട്ടുക എന്നുള്ളതാണ്. P31 NMR സിഗ്നൽ ആട്ടോ ചോദിക്കുന്നത്. അപ്പോൾ P30 ഇതാണ് ചോദിക്കുന്നത്, P31ൻ്റെതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒറ്റ ആക്റ്റീവ് ന്യൂക്ലിയാണ് എന്തുള്ളത്, നമ്മളോട് ചോദിച്ചത് P31 മാത്രമാണ്, അതുകൊണ്ട് ഒറ്റ സിഗ്നൽ തരും. ഇനി അവിടെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ മനസ്സിലാക്കണം, ഫോസ്ഫറസ് ആയിട്ട് ഇവിടെ ഡയറക്റ്റ് അറ്റാച്ച്മെൻറ്റിലുള്ള 6 ഹൈഡ്രജൻ അവർ സ്പ്ലിറ്റിംഗ് നടക്കും, കാരണം അവർ ആക്റ്റീവ് ന്യൂക്ലിയ ആണ്. പിന്നെ ഉള്ളതാണ് പിന്നെ നമുക്ക് 2 ഫ്ലോറിൻ ഉണ്ട്. അപ്പോൾ 2 ഫ്ലോറിനും എന്ത് ചെയ്യും, അവിടെ സ്പ്ലിറ്റിംഗ്, 2 ഫ്ലോറിൻ കൊണ്ടും അവിടെ സ്പ്ലിറ്റിംഗ് നടക്കും. ഓക്കെ, അപ്പോൾ ഈ 2 സ്പ്ലിറ്റിംഗാണ് നടക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തേ ഇത് ചെയ്യാത്തത്. ഇത് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഫോസ്ഫറസിൽ നിന്നും ഹൈഡ്രജനിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട്, അപ്പോൾ അവിടെ ഡിസ്റ്റൻസ് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എക്സ്റ്റെൻഡ് ഓഫ് കപ്ലിംഗ് എന്ത് ചെയ്യും, ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ഓഫ് കപ്ലിംഗ് നെഗ്ലിജിബിൾ ആയിരിക്കും എന്നാ പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു CH3യിലുള്ള ഹൈഡ്രജൻസ് നമ്മൾ ഉപയോഗിക്കാഞ്ഞത്. ഓക്കെ, ഇതാവുമ്പോൾ ഡയറക്റ്റ് ആണ്. ഇവിടെ എക്സ്റ്റെൻഡ് ഓഫ് കപ്ലിംഗ് ഈ ഒരു CH3നെ അപേക്ഷിച്ച് ഈ CH3യിൽ എക്സ്റ്റെൻഡ് ഓഫ് കപ്ലിംഗ് എന്താണ്, കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളത് നെഗ്ലിജിബിൾ ആക്കി എടുത്തോളും. അപ്പോൾ ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് നോക്കുകയാണെങ്കിൽ 6 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ 2 × 6 × I വാല്യൂ ഓഫ് ഹൈഡ്രജൻ 1/2 ആണ്. 1/2 + 1 അപ്പോൾ 7 സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. എന്തുകൊണ്ട്, ഡ്യൂ ടു 6 ഹൈഡ്രജൻ. ഓക്കെ, ഇനി രണ്ടാമത്തത് 2 ഫ്ലോറിൻ ഇവിടെ ഉണ്ട്. ആ ഫ്ലോറിനെ കൊണ്ടും അവിടെ എന്ത് ചെയ്യും, സ്പ്ലിറ്റിംഗ് സംഭവിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 2 × 2 ഫ്ലോറിൻ 2 × ഫ്ലോറിൻ്റെ I വാല്യൂ എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. 1/2 + 1 എന്ന് പറയുമ്പോൾ ട്രിപ്ലെറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ഇനി അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദി P31 NMR സ്പെക്ട്രം ഫോർ NH2 twice PHF3. ഇത് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നമുക്ക് P31 NMR സ്പെക്ട്രമാണ് ചോദിച്ചത്. എന്തായാലും നമുക്കറിയാം P31 ഒറ്റ ഫോസ്ഫറസ് ആക്റ്റീവ്, അതായത് നമ്മൾ ചോദിച്ച NMRൽ ഒറ്റ ഒന്നാണുള്ളൂ അല്ലെ ആക്റ്റീവ് ന്യൂക്ലിയ, അതുകൊണ്ട് അത് 1 സിഗ്നൽ തരും. പിന്നെ സ്പ്ലിറ്റ് ആകുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് സ്പ്ലിറ്റ് ആകുന്നതെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് ഈ ഫോസ്ഫറസിൻ്റെ മേലുള്ള 2 ഫ്ലോറിൻ, 1 ഫ്ലോറിൻ 2 ഫ്ലോറിൻ. ഓക്കെ, പിന്നെ ഇതിൻ്റെ മേലുള്ള ഒരു ഹൈഡ്രജൻ ഇതിനെ കൊണ്ട് സ്പ്ലിറ്റ് ആവും. പിന്നെ അടുത്തുള്ള ഇവിടെയും ഒരേ ഡിസ്റ്റൻസിലാണുള്ളത്, അപ്പോൾ ഇവിടെയും സ്പ്ലിറ്റ് ആവും. ഇതും കൊണ്ട് സ്പ്ലിറ്റ് ആവും അല്ലേ. പിന്നെ ഇതും കൊണ്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ 2 എണ്ണയിലെ 1 ഇതൊക്കെ ഒരേ ടൈപ്പ് അല്ലേ. അപ്പോൾ എന്തൊക്കെ കൊണ്ട്, 2 ഫ്ലോറിൻ കൊണ്ട്, 1 ഹൈഡ്രജൻ കൊണ്ട്, 2 നൈട്രജനെ കൊണ്ട്, 4 ഹൈഡ്രജനെ കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിക്കേ, നമുക്ക് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ഇനിയിപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഓരോന്നിൻ്റെയും വെച്ചിട്ട് എഴുതിയാൽ മതി. 2 ഫ്ലോറിൻ ആകുമ്പോൾ 2 × ഫ്ലോറിൻ്റെ I വാല്യൂ 1/2 + 1. ഹൈഡ്രജൻ ആകുമ്പോൾ 2 × 1 × 1/2. ഈ ഹൈഡ്രജൻ ഒറ്റ ഒന്നല്ലല്ലോ, യെസ്, ഇൻറ്റു 2 നൈട്രജൻ ആണ്. നൈട്രജൻ്റെ N15 ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ കൊടുത്തിട്ടുണ്ട്. N14 എന്ന് പറയുന്നത് I വാല്യൂ 1 ആണ്, പക്ഷേ N15ൻ്റെ I വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കാം കേട്ടോ. N15ൻ്റെ I വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. പിന്നെ ഉള്ളത്
എല്ലാം കൂടി നമ്മൾ ഗുണിച്ച് കിട്ടിയാൽ നമുക്ക് 90 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ലൈൻസ് ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് ലൈൻസാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഗുണിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, the total line observed H1 NMR for HPF2. HPF2ൻ്റെതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. HPF2 ആകുമ്പോൾ ഏതാ ചോദിച്ചാൽ H1 NMR അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, HPF2ൻ്റെ ആകുമ്പോൾ നമ്മൾ ഒന്നുമില്ല, നമ്മൾ ആ ഒരു ഇത് നോക്കണം, 2Ni+1 അല്ലേ. എന്തുണ്ട്, H1 NMR ആകുമ്പോൾ നമ്മൾ 2 ഇൻറ്റു എത്ര ടൈപ്പ് ഉണ്ട്, നമ്മുടെ ഫ്ലോറിൻ എങ്ങനെയൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ആവുക ഒന്ന് പറഞ്ഞേ. അതായത് H1 അല്ല ചോദിച്ചത്, അപ്പോൾ ഫ്ലോറിനായിട്ട് സ്പ്ലിറ്റിങ് നടക്കും, ഫോസ്ഫറസുമായിട്ട് സ്പ്ലിറ്റിങ് നടക്കും അല്ലേ. 2Ni+1 2Ni2+1. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ഒന്നാമത്തത് 2 ഇൻറ്റു ഡ്യൂ ടു ഫ്ലോറിൻ കൊണ്ട് എങ്ങനെ നടത്തുക, 1 ഇൻറ്റു 1/2+1 ഇൻറ്റു പിന്നെ ഫ്ലോറിൻ 2 ഉണ്ട്, ഫ്ലോറിൻ 1/2+1. ഓക്കെ, 2 ക്യാൻസൽ ആയാൽ ഇത് 3 ഉണ്ടാവും, ഇവിടെ 2 ക്യാൻസൽ ആയാൽ ഇവിടെ 2 ഉണ്ടാവും. അപ്പോൾ 2 ഇൻറ്റു 3 = 6. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് പെയർ ഓഫ് H1 NMR ആൻഡ് P31 NMR പാർട്ട് ഓഫ് CH-PF-PCl2 ട്വൈസ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു പെയറിങ് നടത്തുക, അതായത് ഡബ്ലറ്റ് ആണോ ട്രിപ്ലറ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം ഒന്ന് നോക്കിയേ. ഇപ്പോൾ CH-F-PCl2 ട്വൈസ് ആണ്. അപ്പോൾ H1 NMR ആകുമ്പോൾ H1 NMRൻ്റെത് നോക്കുമ്പം ഇപ്പോൾ ഇതാ ഫ്ലോറിനായിട്ട് കപ്പിൾ ചെയ്യും, 2 എണ്ണമായിട്ട് കപ്പിൾ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഫ്ലോറിനായിട്ട് കപ്പിൾ ചെയ്താൽ 2 ടൈപ്പ് ഉണ്ടാവും അല്ലേ, അതായത് 2 സ്പ്ലിറ്റിങ് നടക്കുക, അല്ലെങ്കിൽ ഡബ്ലറ്റ് ഉണ്ടാവും. ആദ്യം ആരായിട്ട് ഫ്ലോറിനായിട്ട് കപ്പിൾ ചെയ്താൽ ഡബ്ലറ്റ് ഉണ്ടാവും. ഇനിയോ നമ്മൾ ആദ്യം ഇങ്ങനെ ഫ്ലോറിനായിട്ട് കപ്പിൾ ചെയ്താൽ ഡബ്ലറ്റ് ഉണ്ടാവും, ഡ്യൂ ടു ഫ്ലോറിനായിട്ട് 2 എണ്ണം ഉണ്ടാവും. ഇനി 2 ഫോസ്ഫറസ് ഉണ്ട്, 2 ഫോസ്ഫറസ് ആകുമ്പോൾ ട്രിപ്ലറ്റ് ആയിട്ടാക്കിയ വരും അല്ലേ, ട്രിപ്ലറ്റ് ആയിട്ട് വരും. യെസ്, ട്രിപ്ലറ്റ് ആയിട്ട് വരും അല്ലേ, ട്രിപ്ലറ്റ് ആയിട്ട് വരും, അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഒന്നാം ഇത് വരും. അടുത്തത് എന്തിൻ്റെത്, H1 NMRൻ്റെ കേസ്, H1 NMRൻ്റെ കേസ് അല്ലേ. അപ്പോൾ എന്താ വരിക, ഡബ്ലറ്റ് ട്രിപ്ലറ്റ്, സോറി 2 ഇവിടെ ഇത് വരും കേട്ടോ, ട്രിപ്ലറ്റ് 2 ട്രിപ്ലറ്റ് വരും. പിന്നെയോ നമ്മൾ ഫോസ്ഫറസിൻ്റെ നോക്കുകയാണെങ്കിൽ ഫോസ്ഫറസ് ഒന്നാമത്തെ ഹൈഡ്രജനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡബ്ലറ്റ് ഉണ്ടാകും. പിന്നെയോ ഫോസ്ഫറസിൻ്റെ ഫ്ലോറിനായിട്ട് സ്പ്ലിറ്റ് ആവും, അതും ഡബ്ലറ്റ് അല്ലേ വരിക. യെസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചു, വീണ്ടും ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പെക്ട്രമായിട്ട് വരയ്ക്കാൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം ശരിക്കും, 2 ട്രിപ്ലറ്റ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം, 2 ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇത്. ഇനിയിപ്പോൾ 2 ഡബ്ലറ്റ് എന്ന് പറഞ്ഞാലോ, ഓക്കെ, അപ്പോൾ 2 ഡബ്ലറ്റ്. അപ്പോൾ അങ്ങനെയാണ് എന്ത് വരിക, നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പെയർ വരിക, 2 ട്രിപ്ലറ്റും 2 ട്രിപ്ലറ്റ്സ് ആൻഡ് 2 ഡബ്ലറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പിന്നെ ഇൻ പ്രോട്ടോൺ ഡീകപ്പിൾഡ് C13 and P31 NMR spectrum of CH3 thrice P double bond O, the number of lines observed respectively. എങ്ങനെയാ നമ്പർ ഓഫ് ലൈൻസ് നോക്കാന്ന് ചോദിച്ചാൽ എന്താ, നമുക്ക് ചോദിച്ചത് എന്താ, C13 ആണ്. അപ്പോൾ പ്രോട്ടോൺ ഡീകപ്പിൾഡ് എന്നുണ്ട്, അപ്പം പ്രോട്ടോണിൻ്റെ കാര്യം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. C31 ആണെങ്കിൽ ഫോസ്ഫറസ് 1 ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഡബ്ലറ്റ് വരും അല്ലേ, ഒരു ഡബ്ലറ്റ് വരും. പിന്നെ ഫോസ്ഫറസ് P31 NMR നോക്കുമ്പോൾ ഒരു കാർബൺ ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്തു, 3 കാർബൺ ഉണ്ട്, പക്ഷെങ്കിൽ 3 കാർബണും ഒരേ എൻവയോൺമെൻ്റ് ആണ്, അതുകൊണ്ട് N+1 എന്ന് പറയുമ്പോൾ 2 എണ്ണം വരും, അതായത് ഡബ്ലറ്റ് വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 and 2 അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ,
അപ്പോൾ നമ്മൾ നോക്കുക ഒരേ എൻവയോൺമെൻ്റ് ആണോ നോക്കുക, നമുക്ക് സ്പ്ലിറ്റിംഗ് എങ്ങനെയാണോ എന്ന് ഉള്ളത് നമ്മൾ ഒന്ന് മൈൻഡിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഫസ്റ്റ് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി PYQs ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.